മുൾമുനയിൽ ഗൾഫ്. UAE-യിൽ 3 പേരും കുവൈറ്റിൽ ഒരാളും കൊല്ലപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങൾക്കു നേരെ 2 ദിവസമായി നടന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കനത്ത ആക്രമണം. ആദ്യ ദിവസം ആക്രമിക്കപ്പെടാതിരുന്ന ഒമാനു നേരെ ഇന്നലെ ഇറാന്റെ വ്യോമാക്രമണമുണ്ടായി. ഗസബ്, ദുഃഖം തുറമുഖങ്ങളിലായി കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ കറിയൊന്നുമില്ല. സാധനങ്ങളുടെ വില കൂടിയെന്നാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഗ്യാസിന് വില കൂടിയോണ്ട് അമ്മ ഇഷ്ടപ്പെട്ട കടികളൊന്നും ഉണ്ടാക്കി തരില്ല. ആടി, ഞാനൊന്നൊരു ലാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ചേച്ചിയുടെ ജോലിയിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. മീരെ, എന്താ പറ്റിയേ? ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ. ഇല്ലടി, അച്ഛനോട് യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് കുടുങ്ങി കിടക്കുക. എന്താ ചെയ്യണ്ടെന്നൊന്നും അറിയില്ല. ഒരു സമാധാനമില്ല. Sailors and Marines aboard the USS Tripoli. This isn't a distant reports of U.S. and health officials say around 2,000 people have been killed. But Iran can still launch attacks throughout the Middle East. With war in the Middle East disrupting how the world gets its Kuwait's energy, and several the have recently impact is invaded being Israel's felt air thousands of defenses. miles away. The damage here outside Tel Aviv is relatively minor, but it just goes to show that after a month